സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ശാസ്ത്ര മാജിക്കാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നമുക്ക് മാജിക്കിലേക്ക് കടക്കാം. ചുമരിലെ വരച്ചു വെച്ച ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? ഇലകളുണ്ട്, തണ്ടുകളുണ്ട്. മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സസ്യം. എന്നാൽ ഇതിൽ പൂക്കൾ കാണുന്നില്ല. നമുക്ക് ഇതിൽ പൂക്കൾ വിരിയിച്ചാലോ? അതെ, എൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക ദണ്ടുണ്ട്. ഈ മാന്ത്രിക ദണ്ടുപയോഗിച്ച് ഈ വെള്ളത്തെ ഞാൻ മാന്ത്രിക ശക്തിയുള്ള ജലമാക്കി മാറ്റാൻ പോവുകയാണ്. ഈ വെള്ളം ഇപ്പോൾ മാന്ത്രിക സിദ്ധിയുള്ള വെള്ളമായി മാറി. ഈ വെള്ളം ഉപയോഗിച്ച് ഞാൻ ഈ ചെടിയെ നനയ്ക്കാൻ പോവുകയാണ്. എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ. കണ്ടല്ലോ, നിറയെ മനോഹരമായ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മാജിക്ക് എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? തുടർന്ന് കണ്ടാൽ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മാജിക്ക് എങ്ങനെയാണ് ചെയ്തത് എന്ന് നോക്കാം. പൂക്കളില്ലാത്ത ചെടിയിൽ പൂക്കൾ എങ്ങനെയുണ്ടായി? ഒരു തെർമോകോൾ കഷ്ണത്തിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഒരു ചെടി വരയ്ക്കാം. തെർമോകോളിന് പകരം തുണിയോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ചാൽ സാധ്യമാകുമോ എന്ന് ചെയ്തു നോക്കണേ. പൂക്കൾ ഒഴികെ ബാക്കിയെല്ലാം വരച്ച് ചേർക്കാം. ചെടിയിൽ പൂക്കൾ എവിടെയെല്ലാം വിരിയിക്കണമെന്ന് മുൻകൂട്ടി തന്നെ തീരുമാനിക്കണം. അതനുസരിച്ച് ഇഷ്ടമുള്ള ആകൃതിയിൽ പൂക്കൾ വരയാം. പൂക്കൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കൂ. ഈ പാത്രത്തിൽ ഫിനോൾഫ്തലിൻ ആണ് ഉള്ളത്. ഇത് ഒരു സൂചകം അഥവാ ഇൻഡിക്കേറ്റർ ആണ്. നിറമാറ്റം കൊണ്ട് ആസിഡ്, ആൽക്കലി എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ. സൂചകങ്ങൾ പലതരം ഉണ്ടെങ്കിലും ഫിനോൾഫ്തലിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വരയ്ക്കുന്ന പൂവിൻ്റെ മധ്യഭാഗം തിരിച്ചറിയുന്നതിനായി അവിടെ ഒരു മൊട്ടുസൂചി കുത്തിവെക്കാം. ഈർക്കിലിൻ്റെ അറ്റത്ത് പഞ്ഞി ചുറ്റിയോ ഇയർബഡോ ഉപയോഗിച്ച് പൂക്കൾ വരയ്ക്കാം. ഫിനോൾഫ്തലിൽ മുക്കിയായിരിക്കണം പൂക്കൾ വരയ്ക്കേണ്ടത്. ചിത്രം വരച്ച രീതി ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ പൂക്കൾ വരയ്ക്കാം. ഇതുപോലെ
നമുക്കാവശ്യമായ സ്ഥലത്തെല്ലാം പൂക്കൾ വരയ്ക്കണം. ഇപ്പോൾ പൂക്കളെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സ്പ്രേ ചെയ്ത ജലം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആ ജലം മുൻപ് പറഞ്ഞതുപോലെ മാന്ത്രിക ജലം അല്ല കേട്ടോ. അത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു ലായനി ആയിരുന്നു. ഇത് സോപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന രാസവസ്തുവാണ്. ഇതിന് ആൽക്കലി സ്വഭാവമാണ് ഉള്ളത്. സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സാനിറ്റൈസറിൻ്റെ ഒഴിഞ്ഞ കുപ്പിയിൽ അല്പം ജലം എടുക്കൂ. അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പില്ലറ്റുകൾ ഇടൂ. നല്ലവണ്ണം ഇളക്കി ലയിപ്പിക്കൂ. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി തയ്യാറായി. ഈ ലായനിയാണ് പൂക്കൾ വിരിയിക്കാനായി ചെടിയിലേക്ക് സ്പ്രേ ചെയ്യേണ്ടത്. ലായനി സ്പ്രേ ചെയ്തപ്പോൾ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ വിരിയാൻ കാരണമെന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. മാജിക്ക് നിങ്ങൾ കണ്ടുവല്ലോ. ഇത് എപ്രകാരമാണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആസിഡ്, ആൽക്കലി എന്നിവ തിരിച്ചറിയുന്നതിന് വേണ്ടി പല സൂചകങ്ങളും, ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ ഉപയോഗിച്ച ഫിനോൾഫ്തലിൻ. ഫിനോൾഫ്തലിൻ ഒറ്റിച്ചാൽ ആൽക്കലി ആണെങ്കിൽ പിങ്ക് നിറം ലഭിക്കും, ആസിഡ് ആണെങ്കിൽ നിറം ലഭിക്കില്ല. ഇവിടെ നമ്മൾ വിരിയിച്ച പൂക്കൾക്ക് പിങ്ക് നിറമാണുള്ളത്. അതിന് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫിനോൾഫ്തലിൻ കൊണ്ട് ആദ്യം പൂക്കൾ വരഞ്ഞു. പിന്നീട് നമ്മൾ അതിലേക്ക് വെള്ളമല്ല സ്പ്രേ ചെയ്ത്, വെള്ളത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് ഇളക്കിയ ശേഷം ലായനിയാണ് സ്പ്രേ ചെയ്തത്. അപ്പോൾ ആൽക്കലിയും ഫിനോൾഫ്തലിനും തമ്മിൽ ചേർന്നപ്പോൾ പിങ്ക് നിറം ഉണ്ടാവുകയും ചെയ്തു. ഫിനോൾഫ്തലിൻ കൊണ്ട് വരയ്ക്കാൻ കാരണം എന്താണ്? നമ്മൾ നോക്കുമ്പോൾ അവിടെ വരച്ചു എന്ന് തോന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഫിനോൾഫ്തലിൻ ഉപയോഗിച്ചത്. പൂക്കൾ വിരിയിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച വസ്തുക്കൾക്ക് പകരം മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാൽ മറ്റു നിറത്തിലുള്ള പൂക്കൾ വിരിയിക്കാൻ സാധിക്കുമോ? വീട്ടിൽ വെച്ച് ചെയ്തു നോക്കൂ. ശാസ്ത്രം പ്രവർത്തനമാണെന്ന് ഓർക്കുക. മാജിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.